ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 6ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ 99ൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കാണ് പഠിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കായിരുന്നു. അതുപോലെ ഇനി ഡിജിറ്റ് കൂടിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞത് 2 ഡിജിറ്റ് ആയിരുന്നു നമ്മൾ എടുത്തത്. ഇനി 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 5 ഡിജിറ്റ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ സബ്ട്രാക്ഷൻ കൂടുമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിനും ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ ഇതുകൂടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ഇൻറ്റു 999ഉം 4 ഡിജിറ്റ് ഇൻറ്റു 9999 ആണ്. അപ്പോൾ തൊട്ട് മുന്നേയുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് സബ്ട്രാക്ഷൻ ആണ് ചെയ്തത്. ആ സബ്ട്രാക്ഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം, ഈ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് വലിയൊരു ഡിജിറ്റ്, നമ്പർ ഓഫ് ഡിജിറ്റ് നമ്പറാണ് കിട്ടുക. ഒരു 6 ഡിജിറ്റ് നമ്പറൊക്കെയാണ്, ഇവിടെയാണെങ്കിൽ ഒരു 8 ഡിജിറ്റ് നമ്പറൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയും വലിയ ഡിജിറ്റ് നമ്പർ ആ ആൻസർ നമുക്ക് കിട്ടാൻ വേണ്ടി സെക്കൻഡുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, ട്രിക്കിലേക്ക് പോവാം. 234 ഇൻറ്റു 999 ആണ് ചെയ്യേണ്ട മെത്തേഡ്. ആദ്യം 1 സബ്ട്രാക്ട് ചെയ്യുന്നു, 233 എഴുതാം അല്ലേ. 234 മൈനസ് 1 233 ആണ്. ഇനി സബ്ട്രാക്ട് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ആൻസർ അതുപോലെ എഴുതുന്നു. 9ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യാം, 7 കിട്ടും. 9ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുന്നു, 6 കിട്ടും. 9ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6. ആൻസർ റെഡിയാണ്. അപ്പോൾ 234 ഇൻറ്റു 999 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഇതാണ്, 2,33,766. അടുത്തത് നോക്കാം. 4 ഡിജിറ്റ് ഇൻറ്റു 9999 ആണ്. 8 ഡിജിറ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടുക. സിമ്പിളായിട്ട് ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുക, 1 മൈനസ് ചെയ്യുക, 4 5 6 3. 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 5 6 2 കിട്ടും അല്ലേ. 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ഒരു നമ്പറാണ്. ഇനി ചെയ്യേണ്ടത് 9ൽ നിന്ന് ഈ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. 9 മൈനസ് 4 അല്ലേ, ഓരോ ഡിജിറ്റായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 9 മൈനസ് 4 എന്ന് പറയുന്നത് 5, ഇവിടെ എഴുതുന്നു. 9 മൈനസ് 5 4 ആണ്. 9 മൈനസ് 6 3 ആണ്. 9 മൈനസ് 2 7 ആണ്. ഇതാണ് ആൻസർ. ഇത്രയും വലിയൊരു ആൻസറാണ് നമ്മൾ ഇത്രയും സെക്കൻഡുകൾ കൊണ്ട് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മൾട്ടിപ്ലിക്കേഷനിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് സെയിം നമ്പർ ഓഫ് ഡിജിറ്റ് ആണ് അല്ലേ. 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് ഇൻറ്റു 4 ഡിജിറ്റ്. മുന്നേയുള്ള എപ്പിസോഡിലാണെങ്കിൽ 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ഒക്കെയാണ്. ഇനി അത് മാറി വരുമ്പോൾ, അതായത് 3 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് അല്ലെ, 123 ഇൻറ്റു 99 അങ്ങനെയൊക്കെ വരുന്നത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ആ ഒരു പാർട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ടിൽ ദെൻ ബൈ.